കൃത്യമായി ചികിത്സ കിട്ടാതെ ആദിവാസി യുവാവ് മരിച്ചിരിക്കുന്നു. കോട്ടൂർ ആമല ആയിരംകാൾ സ്വദേശിയായ ഇരയിമ്മനാണ് മരിച്ചത്. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം കിടന്നാണ് കിടപ്പ് രോഗിയായി ഇരയിമ്മൻ മരിച്ചിരിക്കുന്നെന്നുള്ള വിവരങ്ങൾ വരുന്നു. PR പ്രവീണ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രവീണ, ദാരുണകരമായ സംഭവം എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഈ കോട്ടൂർ ആമല ആയിരംകാൽ സ്വദേശി മധു എന്ന് വിളിക്കുന്ന ഇരയിമ്മൻ 38 വയസ്സാണ്. ഇദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു. പക്ഷാഘാതം പിടിപെട്ടായിരുന്നു കിടപ്പിലായത്. ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം മുൻപ് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു. അന്ന് നൽകിയ ചില മരുന്നുകൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ അടക്കം ഫലമായി വായിൽ പുണ്ണുണ്ടായിരുന്നു. മരുന്നിൻ്റെ റിയാക്ഷൻ ആണ് എന്നുള്ളതാണ് അവിടെ പോയി നോക്കിയ ആരോഗ്യവകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ആ വായിൽ പുണ്ണുണ്ടായതിന് മരുന്ന് നിറയെ പുണ്ണുണ്ടായി, ഭക്ഷണം ഇറക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിന് ചില മരുന്നുകൾ എഴുതിയെങ്കിലും ഇതുവരെയും മരുന്ന് ലഭ്യമാക്കാൻ, അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ച ഇന്ന് രാവിലെ വരെയും മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരുന്ന് ഇല്ലാത്തതാണ് പ്രശ്നം. അതായത് ആദിവാസി മേഖലയിൽ നൽകുന്നതിന് വേണ്ടി മരുന്ന് ലഭ്യമായിട്ടില്ല. ഇതുപോലെ നിരവധി പ്രശ്നമുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ആ വായിൽ പുണ്ണിന് മരുന്ന് കിട്ടാതെ വന്നതോടുകൂടി അത് പ്രശ്നമാകുകയും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അവിടെ 2 ഡോക്ടർമാർ ഉണ്ടെങ്കിലും ഡോക്ടർമാർക്ക് മരുന്ന് കിട്ടാത്ത പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇത് കോട്ടൂരിൽ നിന്നും ഏതാണ്ട് ഉൾക്കാട്ടിലേക്ക് 20 കിലോമീറ്ററിലധികം പോകേണ്ടതുണ്ട്. വിജനമായ പ്രദേശമാണ്. അവിടേക്ക് മരുന്ന് എത്തിക്കാനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്. എന്തായാലും മരുന്ന് ലഭ്യമാക്കാതെ അതുമൂലം ഭക്ഷണം കഴിക്കാനാകാതെയാണ് ഈ 38 വയസ്സുകാരനായ ആദിവാസി യുവാവ് മധു എന്ന ഇരയിമ്മൻ മരിച്ചത്. ശരി പ്രവീണ, അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഇതിന് പിന്നാമ്പുറത്തുള്ളത്.